നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറെന്ന് ഇസ്രയേൽ. വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം UN രക്ഷാസമിതി അല്പസമയത്തിനകം വോട്ടിനിടും. വെടിനിർത്തൽ എന്ന വാക്ക് ഉപയോഗിച്ചാൽ ഹമാസിന് സഹായകരമാകുമെന്ന നിലപാടിലാണ് അമേരിക്ക. ഗസയിൽ ശക്തമായ റോക്കറ്റ് ആക്രമണം തുടരുകയാണ്. അൽ ഔദ ആശുപത്രിയുടെ പ്രവർത്തനം ഇസ്രയേൽ ഏറ്റെടുത്തു. ജബലിയ അഭയാർത്ഥി ക്യാമ്പിലെ ആക്രമണത്തിൽ 13 പേർ കൂടി കൊല്ലപ്പെട്ടു. ലഹരിക്കടത്തിനെതിരെ ശക്തമായ നടപടിയുമായി ഷാർജ പോലീസ്. ഈ വർഷം ഇതുവരെ 551 ലഹരിക്കടത്തുകാരെ അറസ്റ്റ് ചെയ്തെന്ന് ഷാർജ പോലീസ് അറിയിച്ചു. ലഹരിക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കി. ലഹരിമരുന്ന് വ്യാപനം ഇല്ലാതാക്കാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഷാർജ പോലീസ്. ഈ വർഷം ഇതുവരെ രാജ്യത്തെ വിവിധയിടങ്ങളിൽ നടന്ന പരിശോധനകളിൽ 551 ലഹരി കടത്തുകാരെയും പ്രൊമോട്ടർമാരെയും പിടികൂടിയതായി പോലീസ് അറിയിച്ചു. ഷാർജ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ സെയ്ഫ് അൽ സാരി അൽ ഷംസിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതോടൊപ്പം ആന്റി നാർക്കോട്ടിക് വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനകളിൽ 10,51,000 കിലോഗ്രാം ഹാഷിഷ്, ഹെറോയിൻ, ക്രിസ്റ്റൽ മെത്ത് എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട്. 1.5 കോടി ദിർഹം മൂല്യമുള്ള വസ്തുക്കളാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തതെന്നും പോലീസ് അറിയിച്ചു. നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് ലഹരി കടത്ത് നടത്തുന്ന സാഹചര്യം തിരിച്ചറിയുകയും ഇത്തരത്തിൽ ലഹരി മരുന്ന് ഉപയോഗവും വ്യാപാരവും പ്രചരിപ്പിക്കുന്ന 785 അക്കൗണ്ടുകൾ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. മയക്കുമരുന്നിനെതിരെ നിരവധി ക്യാമ്പയിനുകളും ഇക്കാലയളവിൽ സംഘടിപ്പിച്ചതായും പോലീസ് വ്യക്തമാക്കി. 24 ഷാർജ. സൗദിയിൽ സ്വന്തം പേരിലേക്ക് മാറ്റിയ വിദേശികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾക്ക് മതിയായ മൂലധനം കാണിക്കാതെ പാർട്ണർമാരെ കൊണ്ടുവരാൻ അവസരം. ഇളവ് കാലത്ത് ഈ സേവനം പ്രയോജനപ്പെടുത്തിയവർക്കാണ് അനുമതി. മലയാളികൾ ഉൾപ്പെടെ നിരവധി നിക്ഷേപകരുടെ ആശങ്ക ഇതോടെ ഇല്ലാതാകുമെന്നാണ് പ്രതീക്ഷ. സൗദിയിൽ ബിനാമി സ്ഥാപനങ്ങളുടെ പദവി ശരിയാക്കാനുള്ള തസാത്തൂർ ഇളവ് കാലത്ത് നിരവധി സ്ഥാപനങ്ങളാണ് വിദേശികൾ സ്വന്തം പേരിലേക്ക് മാറ്റിയത്. മതിയായ ക്യാപിറ്റൽ ഇല്ലാതെ ട്രേഡിംഗ് മേഖലയിലുള്ള പല സ്ഥാപനങ്ങളും ഇങ്ങനെ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പുതിയ പാർട്ണറെ ചേർക്കണമെങ്കിൽ ആവശ്യമായ ക്യാപിറ്റൽ കൊണ്ടുവരണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ മതിയായ മൂലധനം കാണിക്കാതെയും വ്യക്തിപരമായി പാർട്ണർമാരെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള വഴികൾ ഇപ്പോഴുണ്ടെന്ന് ഈ മേഖലയിൽ സേവനം ചെയ്യുന്ന അറേബ്യൻ ഹൊറൈസൺ MD ഷാക്കിർ ഹുസൈൻ പറഞ്ഞു. അപ്പൊ എല്ലാവരുടെയും ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഒന്നുകിൽ ഇപ്പം ഒരു പ്രായമുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് സൗദി അറേബ്യ നിർത്തി പോരാം, അയാൾ ഇൻവെസ്റ്ററാണ്, ഈ സറണ്ടർ ചെയ്ത പ്രകാരം വാട്ട് ഈസ് ആഫ്റ്റർ മീ, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. അതല്ലെങ്കിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത കുറെ പാർട്ണർമാർ ചിത്രത്തിന് പുറത്ത് നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇതിൽ ആസ് എൻ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ആയിട്ട് തന്നെ ഈ വിത്തൗട്ട് പ്രീമിയം ഇക്കാമ ചേരാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. ആക്ച്വലി പലരും അത് അറിയാതുകൊണ്ട് കിടന്ന് നെട്ടോട്ടോടാണ്. പല ആൾക്കാരും ഇപ്പോഴും ആ കമ്പനിയുടെ ഇൻവെസ്റ്ററാണ്, അതിന്റെ പണിക്കാരനായിട്ട് ഉടമസ്ഥൻ. പണ്ട് സൗദി ആയിരുന്നു സ്പോൺസർ, ഇപ്പൊ അതിനു പകരം വേറൊരു മലയാളി സ്പോൺസർ അല്ലെങ്കിൽ വേറൊരു ഫോറിനർ സ്പോൺസറായി നിൽക്കുന്ന ഗതികേടിലുണ്ട്. യഥാർത്ഥത്തിൽ അതിന് നിയമത്തിൽ കൊമേഴ്സ്യൽ ലോയില് പരിഹാരങ്ങളുണ്ട്. മതിയായ മൂലധനം കാണിക്കാതെ തന്നെ പാർട്ണർമാരെ ചേർക്കാനുള്ള അവസരം വരുന്നതോടെ ഇത്തരം സ്ഥാപനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പല നിക്ഷേപകരുടെയും ആശങ്ക ഇല്ലാതാകുകയാണ്. വിദേശ നിക്ഷേപകർക്കുള്ള ആനുകൂല്യങ്ങൾ സൗദി നിക്ഷേപ മന്ത്രാലയം കൂടുതൽ സുതാര്യമാക്കുകയാണ്. ജലീൽ കണമകലം, 24 ജിദ്ദ. കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിറിന്റെ നിര്യാണത്തിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി അനുശോചനം അറിയിച്ചു. പുതിയ അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ്, പ്രധാനമന്ത്രി, മറ്റ് രാജകുടുംബാംഗങ്ങൾ എന്നിവരെ യൂസഫ് അലി ബയാൻ കൊട്ടാരത്തിലെത്തി അനുശോചനം അറിയിച്ചു. കുവൈറ്റിനെയും കുവൈറ്റ് ജനതയെയും കൂടുതൽ പുരോഗതിയിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കാൻ പുതിയ അമീറിന് സാധിക്കട്ടെ എന്നും യൂസഫ് അലി ആശംസിച്ചു. ലുലു കുവൈറ്റ് ഡയറക്ടർ മുഹമ്മദ് ഹാരിസും യൂസഫ് അലിക്കൊപ്പമുണ്ടായിരുന്നു. ചൈനീസ് ഹോം ലൈഫ് എക്സ്പോയ്ക്ക് ദുബായിൽ തുടക്കം. മേഖലയിലെ ഏറ്റവും വലിയ ചൈനീസ് ഉൽപ്പന്ന പ്രദർശനമാണ് ഇത്. പുതിയ പതിപ്പിൽ 3000-ലധികം പ്രദർശകരാണ് പങ്കെടുക്കുന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ 12 ഹാളുകളിലായാണ് പരിപാടി. മേഖലയിലെ ഏറ്റവും വലിയ ചൈനീസ് ഉൽപ്പന്ന പ്രദർശനത്തിന്റെ 15ാമത് എഡിഷനാണ് ഇത്തവണ നടക്കുന്നത്. ഗ്വാങ്ഡോങ് പ്രവിശ്യ വാണിജ്യ വകുപ്പ്, ഗുയ്ഷോ പ്രവിശ്യ വാണിജ്യ വകുപ്പ്, അന്താരാഷ്ട്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിങ്ബോ കൌൺസിൽ എന്നിവയുടെ പിന്തുണയോടെ ദുബായ് ചേംബർ ഓഫ് കോമേഴ്സുമായി സഹകരിച്ചാണ് പരിപാടി നടക്കുന്നത്. മാതൃ ശിശു പരിപാലനങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങളുടെ പ്രദർശനമാണ് ഇത്തവണത്തെ പ്രധാന സവിശേഷത എന്നും ചൈനയ്ക്കും മിഡിൽ ഈസ്റ്റിനും ആഫ്രിക്കയ്ക്കും ഇടയിൽ വ്യാപാരവും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ചൈന ഹോം ലൈഫ് എക്സ്പോ പ്രധാന പങ്ക് വഹിക്കുന്നതായും എക്സിബിഷൻ ഓർഗനൈസർ ബിനു പിള്ള പറഞ്ഞു. 15th എഡിഷൻ ഓഫ് ദ ഷോ ആണ്. അപ്പം ഇപ്രാവശ്യം 3300 ബൂത്ത്സ് ഉണ്ട്.
12 ഹോള് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ. അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്തിട്ടുള്ളതിൽ ലാർജസ്റ്റ് ഷോ ആണ്. എനിക്ക് തോന്നുന്നു ഒരു ചൈനയുടെ ഈ UAE-യിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് റീജിയനിൽ നടന്നിട്ടുള്ള ലാർജസ്റ്റ് ഷോ ആണ്. അപ്പം 3000 എക്സിബിറ്റേഴ്സും 3300 എക്സിബിറ്റേഴ്സ് എന്ന് മാത്രമല്ല, ഒരു 7000 ചൈനീസ് എക്സിബിറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ലാർജസ്റ്റ് ഡെലിഗേഷനാണ് ഈ 7000 ആൾക്കാർ ചൈനയിൽ നിന്ന് ഒരു എക്സിബിഷന് വേണ്ടി വരുന്നത്. ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം, ഇറ്റ്സ് എ റെക്കോർഡ്. മെയിൻലി 5 വെർട്ടിക്കൽസാണ് ഉള്ളത്. ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മദർ ബേബി ചൈൽഡ് എന്ന് പറയുന്ന ഒരു പുതിയ ലോഞ്ചാണ്. അപ്പോൾ അതിലൊരു 300 എക്സിബിറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഷോ ഇതുവരെ മിഡിൽ ഈസ്റ്റിൽ നടന്നിട്ടില്ല. അപ്പോൾ അതൊരു വലിയൊരു ഡിമാൻഡുണ്ട്. അത് കാരണം ഇതൊരു ചൈനീസ് ഇക്കോണമി പറയുകയാണെങ്കിൽ ഡൊമസ്റ്റിക് എക്കോണമി കുറച്ച് സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പം ചൈനീസ് ഇക്കോണമി സ്റ്റിൽ ഒരു ഫോറിൻ ട്രേഡ് ഡിപ്പെൻഡൻറ്റ് എക്കോണമിയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി സപ്പോർട്ടുണ്ട്, സോ ദാറ്റ് കമ്പനീസ് ക്യാൻ ഗോ ഔട്ട്. അങ്ങനെ ഒരു FDI-യോ അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പം ഓഫ് കോഴ്സ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഇത്രയും വലിയൊരു ലാർജ് ഷോ ചെയ്യാൻ പറ്റത്തില്ല. പുതിയ പതിപ്പിൽ 3000-ലധികം പ്രദർശകരാണ് പങ്കെടുക്കുന്നത്. ചൈനയും UAE-യും തമ്മിലുള്ള വ്യാപാരത്തിൽ വലിയ വർധനവാണ് കഴിഞ്ഞ വർഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം കഴിഞ്ഞ വർഷം $99.27 ബില്യൺ എത്തിയിരുന്നു. മേള ഈ മാസം 21-ന് സമാപിക്കും. 24 ദുബായ്. അൽഖോബാർ സൗഹൃദവേദിയുടെ പ്രതിമാസ വായനശാല പരിപാടിയായ നല്ല വായനയുടെ ഉദ്ഘാടനവും പുസ്തക ചർച്ചയും നടന്നു. ഖോബാർ റഫ ഓഡിറ്റോറിയത്തിൽ പ്രസിഡന്റ് റസാഖ് ബാബു അധ്യക്ഷനായി. എഴുത്തുകാരനും ചലച്ചിത്ര പ്രവർത്തകനുമായ മൻസൂർ പള്ളൂർ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി എഴുത്തുകാരി സോഫിയ ഷാജഹാൻ, സാംസ്കാരിക പ്രവർത്തകനും ചിത്രകാരനുമായ സാലുമാഷ് എന്നിവർ സംസാരിച്ചു. അന്തരിച്ച പ്രമുഖ എഴുത്തുകാരി വത്സലയെ വേദിയിൽ അനുസ്മരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷംസീർ കണ്ണൂർ, ബിജു എബ്രഹാം, നസീറ അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. പുസ്തക പ്രദർശനവും നടന്നു. ജിദ്ദയിൽ വേൾഡ് മലയാളി ഹോം ഷെഫ് പെൺപുലരി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഫാമിലി എന്റർടൈൻമെന്റ് മെഗാ ഇവന്റിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. ജിദ്ദ കേരള പൗരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി പോസ്റ്റർ പുറത്തിറക്കി. അടുത്ത വർഷം ഫെബ്രുവരി 9-ന് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ നടക്കുന്ന പരിപാടിയിൽ നാട്ടിൽ നിന്നുള്ള പ്രമുഖ കലാകാരന്മാർ പങ്കെടുക്കും. വനിതാ ശാക്തീകരണം എന്ന ലക്ഷ്യത്തോടെ റസീല സുധീറിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ ആഗോള സംഘടനയാണ് വേൾഡ് മലയാളി ഹോം ഷെഫ്. തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീടിന്റെ താക്കോൽ ദാനം നടന്നു. ഗൃഹമൈത്രി 2022 പദ്ധതിയുടെ ഭാഗമായാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ട്രാസ്ക് ജോയിന്റ് സെക്രട്ടറി ജയേഷ് ഏങ്ങണ്ടിയൂർ ട്രാസ്ക് അംഗം ജയന്റെ ഭാര്യ സവിതയ്ക്ക് താക്കോൽ കൈമാറി. തൃശൂർ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലെ 2-ാം വാർഡിലാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ചെയർപേഴ്സൺ സുജാ സജീവ് കുമാർ അധ്യക്ഷയായി. ഷാനവാസ് MM, ത്രിതീഷ് കുമാർ, അജയ് പാങ്ങിൽ, ഇക്ബാൽ കുട്ടമംഗലം, ശ്രീജിത്ത്, മണികണ്ഠൻ, ധന്യ മുകേഷ് എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്ന് ഇന്ത്യ മുന്നണി യോഗത്തിൽ നിർദ്ദേശം. മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളുമാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് നിർദ്ദേശിച്ചത്. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയതിനു ശേഷം തീരുമാനിക്കാമെന്നാണ് ഖാർഗെയുടെ മറുപടി. സംസ്ഥാന അടിസ്ഥാനത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ ഉടൻ ആരംഭിക്കാനും യോഗത്തിൽ ധാരണയായി. പ്രധാനമന്ത്രി മുഖം ഉയർത്തിക്കാട്ടി പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഇന്ത്യ സഖ്യയോഗത്തിൽ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മുന്നോട്ടുവെച്ച നിർദ്ദേശം. രാഹുൽ ഗാന്ധിയെ ഒഴിവാക്കി മല്ലികാർജ്ജുൻ ഖർഗെയുടെ പേരാണ് ഇരു നേതാക്കളും നിർദ്ദേശിച്ചത്. ഭൂരിപക്ഷം കിട്ടുകയാണ് പ്രധാനമെന്നും പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കാമെന്ന നിലപാടാണ് ഖാർഗെ സ്വീകരിച്ചത്. जीतने की कोशिश करेंगे और एक होकर जीतेंगे. एक बोल रहा हूं, पहले हम जीतेंगे, उसके बाद में हमारे एमपीज आकर क्या कर सकते हैं डेमोक्रेटिक प्रोसेस में वो हो जाएगा. സീറ്റ് വിഭജന ചർച്ചകൾ ജനുവരിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞത് സീറ്റ് ഷെയറിംഗിന്റെ കാര്യത്തിൽ തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കും. സീറ്റ് ഷെയറിംഗ് ഡിസ്കഷൻ ഹാസ് ടു ബി സ്റ്റാർട്ടഡ് വിതൗട്ട് എനി ഡിലേ. That procedure will start immediately. പാർലമെന്റിൽ പ്രതിപക്ഷ എംപിമാർക്കെതിരായ കൂട്ടുനടപടിയിൽ ഇന്ത്യ സഖ്യം അപലപിച്ചു. ഈ മാസം 22-ന് രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കും. അന്ന് ദേശീയ തലസ്ഥാനത്തും സംസ്ഥാന തലസ്ഥാനങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കൂട്ടായി നടത്താനുള്ള തീരുമാനമാണ് ഡിസംബർ മാസം 22-ാം തീയതി ദേശീയ ജനാധിപത്യ സംരക്ഷണ ദിനമായി ആചരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. It's not just suspension of MPs, it is suspension of not like that. It is an onslaught on our democracy, onslaught on our
parliamentary system. ജനാധിപത്യത്തെ അടിച്ചമർത്താനുള്ള നീക്കങ്ങളെ ഒന്നടങ്കം ചെറുക്കാനാണ് യോഗത്തിലെ തീരുമാനം. ദേശീയ തലത്തിൽ സഖ്യരൂപീകരണ ചർച്ചകൾക്കായി കോൺഗ്രസ് മുകുൾ വാസ്നിക് അധ്യക്ഷനായ 5-അംഗ സമിതിയെ നിയോഗിച്ചു. ഇന്ത്യ സഖ്യം സീറ്റ് വിഭജന ചർച്ചകളിൽ കടക്കുമ്പോൾ പ്രാദേശിക കക്ഷികൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. തുടർച്ചയായ 2ാം ദിവസവും പാർലമെന്റിൽ കൂട്ട സസ്പെൻഷൻ. ഇന്നലെ 78 അംഗങ്ങളെ ഇരുസഭകളിലുമായി സസ്പെൻഡ് ചെയ്തെങ്കിൽ ഇന്ന് 50 പേർക്കാണ് സസ്പെൻഷൻ. ഇന്ന് സസ്പെൻഷനിലായവരിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ, ഡോക്ടർ ശശി തരൂർ, അബ്ദുൾ സമദ് സമദാനി, അടൂർ പ്രകാശ് എന്നിവരും ഉൾപ്പെടും. പുറത്തെ പ്രതിഷേധത്തിനിടെ തന്നെ അനുകരിച്ച വീഡിയോ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച രാഹുൽ ഗാന്ധിയെ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. സഭ തുടങ്ങും വരെ പുറത്തു പ്രതിഷേധം, പിന്നെ ഇരുസഭകളിലും പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു മുദ്രാവാക്യം വിളികൾ. ലോക്സഭയും രാജ്യസഭയും പലതവണ നിർത്തിവെച്ചു. 12:30 വീണ്ടും ചേർന്ന ലോക്സഭ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച 50 അംഗങ്ങളെയും ഈ സമ്മേളന കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള പ്രമേയം പാസാക്കി. माननीय सदस्यगण, ये बड़ा अप्रिय प्रसंग है कि अनेक बार आपसे अनुरोध किए जाने के पश्चात भी आप निरंतर नियमों की अवहेलना कर रहे हैं, चेयर की अवहेलना कर रहे हैं. ये वास्तव में कोई ऐसी किसी को भी प्रसन्न करने वाली बात नहीं है. സഭയ്ക്ക് പുറത്തെ പ്രതിഷേധത്തിനിടെ രാജ്യസഭാ ചെയർമാനെ തൃണമൂൽ കോൺഗ്രസ് അംഗം കല്യാൺ അനുകരിച്ചത് BJP സഭയിൽ വിഷയമാക്കി. സംഭവം വീഡിയോയിൽ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച രാഹുൽ ഗാന്ധി എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ചതായി രാജ്യസഭാ അധ്യക്ഷനായ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. Mr. Chidambaram, you are a very senior member. Imagine what must be going through my heart when your senior leader videographs a member parliament mocking the institution of chairman. As an individual, take on me. തമിഴ്നാട്ടിലെ മഴക്കെടുതികൾ ഗുരുതരമായത് DMK സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വിമർശിച്ചു. CGST ഭേദഗതി അടക്കമുള്ള ബില്ലുകൾ ദീർഘമായ ചർച്ചയില്ലാതെ ലോക്സഭ പാസാക്കി. 24 ഡൽഹി. കൊല്ലം ജില്ലയിൽ നവകേരള സദസ്സിനെതിരെ പ്രതിപക്ഷ സംഘടനകളുടെ വ്യാപക പ്രതിഷേധം. ചിന്നക്കടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DYFI പ്രവർത്തകർക്ക് നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചു. കടപ്പാക്കടയിൽ യുവമോർച്ച DYFI പ്രവർത്തകർ ഏറ്റുമുട്ടി. പ്രതിഷേധിക്കുന്നവർ കാരണം കൂടി വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നവകേരള സദസ്സ് അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. ചിന്നക്കടയിലെ കരിങ്കൊടി പ്രതിഷേധത്തെ നേരിടാനെത്തിയ DYFI പ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചു. കടപ്പാക്കടയിൽ യുവമോർച്ച കരിങ്കൊടി പ്രതിഷേധം തുടരുന്നതിനിടെ സംഘർഷമുണ്ടായി. രാവിലെ കരുനാഗപ്പള്ളിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ചവറ ശക്തികുളങ്ങരയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. ചവറയിൽ കറുത്ത വസ്ത്രമണിഞ്ഞെത്തിയാണ് മഹിളാ കോൺഗ്രസുകാർ പ്രതിഷേധിച്ചത്. കടപ്പാക്കടയിൽ മഹിളാ മോർച്ചയും കൊല്ലത്ത് കോൺഗ്രസ് കമ്മിറ്റിയും കരിങ്കൊടി കാട്ടി. അവരെയാണ് അടിച്ചത്. ഇത്രയും തമ്പുരാൻ ഇവരുടെയൊക്കെ വേർപ്പിന്റെ നാറ്റം ഇവിടുത്തെ പിണറായിയുടെ പോലീസിന് സഹിക്കാൻ വയ്യെങ്കിൽ ഇവിടുത്തെ DYFI ഗുണ്ടകളെ കൊണ്ടാണ് തല്ലി തകർത്തത്. നവകേരള സദസ്സ് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയാണെന്നും എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ മർദ്ദനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് കെ മുരളീധരൻ MP രംഗത്ത് വന്നു. പ്രസ്താവനയ്ക്കുള്ള മൂർച്ച പ്രവൃത്തിയിൽ കാണുന്നില്ല എന്നൊരു ആക്ഷേപം മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ആലോചിച്ച് തീരുമാനിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ജീവൻ രക്ഷാ പ്രവർത്തനം കുറച്ചുകൂടി ഊർജിതമായി നടത്തണം എന്നാണ് പൊതുവായിട്ടുള്ള ഒരു വികാരം. പ്രതിഷേധം മുന്നിൽ കണ്ട് പലയിടത്തും യൂത്ത് കോൺഗ്രസ് KSU BJP പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരുന്നു. നാളെയും പ്രതിഷേധം ശക്തമാകാനാണ് സാധ്യത. 24 കൊല്ലം.
എന്തിനാണ് നവകേരള സദസ്സ് എന്ന പ്രതിപക്ഷ ചോദ്യത്തിന് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ജനങ്ങളെ അണിനിരത്താനാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ വിമർശനങ്ങൾക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടലുകൾക്കും അതിനിശിതമായി മറുപടി പറയുകയാണ് യാത്ര അവസാന ഘട്ടത്തിലെത്തിയതോടെ മന്ത്രിമാർ. യാത്ര നാളെ തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കും. പൊതുയോഗങ്ങളിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. കേന്ദ്ര സർക്കാർ എല്ലാവിധത്തിലും ശ്വാസം മുട്ടിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. വായ്പ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ അവകാശമാണ്. നമ്മുടെ രാജ്യത്ത് എഴുതപ്പെട്ട ഭരണഘടനയുണ്ടല്ലോ, ആ ഭരണഘടന അനുസരിച്ച് സംസ്ഥാനത്തിനുള്ള അവകാശമാണ്. ആ അവകാശം സംസ്ഥാനത്തിനുള്ളത് കൊണ്ടാണ് കടമെടുപ്പ് സംബന്ധിച്ച് സംസ്ഥാന നിയമസഭ ഒരു നിയമം തന്നെ പാസാക്കിയത്. പക്ഷേ ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്രം ആ അവകാശം അപകരിക്കുകയാണ്. എന്നിട്ട് സംസ്ഥാനത്തിന്റെ പരിധി കേന്ദ്രം നിശ്ചയിക്കുകയാണ്. അങ്ങനെ പരിധി നിശ്ചയിക്കുമ്പോൾ അത് കുറഞ്ഞു വരികയാണ്. ആ കുറഞ്ഞ തുകയും എടുക്കാൻ അനുവദിക്കില്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് പദ്ധതിക്ക് പുതുവത്സര ദിനത്തിൽ തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും കൂടും. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരം സംവിധാനം ഒരുങ്ങുന്നതെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. കരുനാഗപ്പള്ളി, ചവറ, കുണ്ടറ, കൊല്ലം എന്നിവിടങ്ങളിലാണ് ഇന്ന് നവകേരള സദസ്സ് നടന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഫേസ്ബുക്കിൽ വെല്ലുവിളിച്ച സാഹചര്യത്തിൽ ചടയമംഗലത്ത് നാളെ യാത്രയെത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ് കരിദിനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 കൊല്ലം. നവകേരള സദസ്സിന് ജില്ലാ കളക്ടർമാർ സ്പോൺസർഷിപ്പിലൂടെ പണം പിരിക്കുന്നതിനെതിരായുള്ള ഹർജിക്കാരന്റെ വാദങ്ങൾ പലതും അനുമാനം മാത്രമാണെന്ന് ഹൈക്കോടതി. അത്തരം കാര്യങ്ങൾ വിളിച്ചു പറയാൻ കോടതി ഉപയോഗിക്കരുതെന്ന് ഡിവിഷൻ ബെഞ്ച്. ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം വാദം കേൾക്കാനായി മാറ്റി. സ്പോൺസർഷിപ്പ് എന്തിനൊക്കെ ആവാം എന്ന് കൃത്യമായ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചു. സ്പോൺസർമാർ സന്നദ്ധരായി വന്നാൽ കളക്ടർമാർ നേരിട്ട് പണം പിരിക്കേണ്ടതില്ലെന്നും മലയാളത്തിലുള്ള ഉത്തരവിൽ ഇക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് നവകേരള സദസ്സ് നടത്തുന്നതെന്നും ഒന്നും സുതാര്യമല്ലെന്നുമായിരുന്നു ഹർജിക്കാരന്റെ വാദം. തിരികെ ഗൾഫ് ഫോക്കസിലേക്ക്. 5 മാസമായി പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ച അടിമാലി സ്വദേശിനി മറിയക്കുട്ടി സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെയും അടിമാലി പഞ്ചായത്തിന്റെയും വിശദീകരണം തേടി. വിധവാ പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്താണ് ഹർജി. പുതുവത്സരത്തിന് മുൻപ് പെൻഷൻ കുടിശ്ശിക ലഭിക്കാൻ കോടതിയുടെ ഇടപെടൽ വേണമെന്ന് മറിയക്കുട്ടി ഹർജിയിൽ ആവശ്യപ്പെട്ടു. ഹർജി മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. കേന്ദ്ര വിഹിതം ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിന് പണം നൽകാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട കടമാൻകുടം തിരുഹൃദയ മലങ്കര സുറിയാനി കാത്തോലിക്ക പള്ളിയിൽ പുതുതായി പണിതീർത്ത ഗ്രോട്ടോയുടെ കൂദാശ കർമ്മം നടന്നു. കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാത്തോലിക്ക ബാവ നേതൃത്വം നൽകി. അമേരിക്കൻ മലയാളിയായ ഡോക്ടർ ജോർജ് കാക്കനാട്ടും കുടുംബവുമാണ് സ്വന്തം സ്ഥലത്ത് സഭയ്ക്കായി ഗ്രോട്ടോ നിർമ്മിച്ചു നൽകിയത്. മലങ്കര കത്തോലിക്ക സഭയുടെ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കത്തോലിക്ക ബാവയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തിരുവല്ല അതിരൂപത അധ്യക്ഷൻ മാർ കൂറിലോസ്, എബ്രഹാം മാർ ജൂലിയോസ്, ആന്റണി മാർ സിൽവാനോസ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിശ്വാസികൾ പങ്കെടുത്ത സ്നേഹവിരുന്നും നടന്നു. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. യേശുദമ്പുരാന്റെ കുരിശിനരികെ അവിടുത്തെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും അമേരിക്കൻ മലയാളിയായ ഡോക്ടർ ജോർജ് കാക്കനാട്ടും കുടുംബവുമാണ് സ്വന്തം സ്ഥലത്ത് സഭയ്ക്കായി ഗ്രോട്ടോ നിർമ്മിച്ചു നൽകിയത്. 1531 മെക്സിക്കോയിലെ ഗ്വാഡലൂപ്പയിൽ ജുവാൻ ഡിയേഗോ എന്ന കർഷകന് പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട സംഭവമാണ് ഗ്രോട്ടോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നൂറുകണക്കിന് വിശ്വാസികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. 24 പത്തനംതിട്ട. ഗവർണർക്കെതിരെ രാഷ്ട്രപതിയെയും കേന്ദ്രത്തെയും സമീപിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. പ്രോട്ടോകോൾ പാലിക്കാതെ ഗവർണർ സമാധാന അന്തരീക്ഷം തകർക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നീക്കം. സെമിനാറിൽ നിന്ന് വിട്ടുനിന്ന കാലിക്കറ്റ് സർവകലാശാല വിസി ഡോക്ടർ MK ജയരാജനോട് വിശദീകരണം തേടാൻ രാജ്ഭവന്റെ തീരുമാനം. ദന്തൽ കോളേജിലെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ SFI ഇന്നും കരിങ്കൊടി കാണിച്ചു. പ്രോട്ടോകോൾ പാലിക്കാതെ ഗവർണർ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട്. ഇത് ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്കും കേന്ദ്രത്തിനും കത്ത് നൽകും. സർക്കാരിനെ ഗവർണർ പ്രതിസന്ധിയിലാക്കുന്നു. ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചാണ് ഗവർണർ മിഠായി തെരുവിൽ ഇറങ്ങി നടന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ആളുകൾക്ക് ഈ ഒരു നോട്ടീസും ഇല്ലാതെ പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന എത്ര സ്ഥലങ്ങൾ വേറെയുണ്ട്, എത്ര സംസ്ഥാനമുണ്ട്. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. കേരളത്തിൽ ഇറങ്ങി ചെല്ലുന്നതിനോ നടക്കുന്നതിനോ സാധാരണഗതിയിൽ ഒരു പ്രയാസമില്ല.
ഗവർണർ ഉദ്ഘാടകനായ സെമിനാറിൽ നിന്ന് വിട്ടുനിന്ന കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ MK ജയരാജനോട് വിശദീകരണം തേടാൻ രാജ്ഭവൻ തീരുമാനിച്ചു. എന്നാൽ പ്രോ VC സ്ഥലത്തില്ലാതിരുന്നതുകൊണ്ടാണ് ചുമതലപ്പെടുത്താത്തതെന്ന് കാലിക്കറ്റ് VC ഡോക്ടർ MK ജയരാജ്. അല്ല, പ്രോവിസി ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്നുണ്ടായ അസുഖല്ലേ. അന്ന് ഗവർണർ താങ്കളെ വിളിച്ചു വരുത്തി വലിയ തോതിൽ അല്ല, അതിപ്പോ ഞാനൊന്നും പറയില്ല, ഞാൻ പിന്നെ പറയാം, ഇപ്പൊ ഒന്നും പറയുന്നില്ല. തിരുവനന്തപുരം ദന്തൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI പ്രതിഷേധം തുടർന്നു. രാജ്ഭവനിലേക്ക് മടങ്ങുന്ന വഴി പട്ടത്ത് വെച്ച് ഗവർണറെ കരിങ്കൊടി കാണിച്ചു. ഗവർണർക്കെതിരായുള്ള ബാനർ നീക്കാൻ കേരള സർവകലാശാല VC രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. സെനറ്റ് നാമനിർദ്ദേശത്തിൽ ഗവർണറെ അനുകൂലിച്ച് KPCC പ്രസിഡന്റ് K സുധാകരൻ. RSS അനുകൂലികളെ സെനറ്റുകളിൽ ഉൾപ്പെടുത്തുന്നതിൽ എന്താണ് കുഴപ്പമെന്നായിരുന്നു KPCC പ്രസിഡന്റ് K സുധാകരന്റെ ചോദ്യം. എന്നാൽ പ്രസ്താവന വിവാദമായതോടെ വിശദീകരണവുമായി KPCC അധ്യക്ഷൻ രംഗത്തെത്തി. നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയതിന് ലോക്സഭയിൽ നിന്ന് സസ്പെൻഷൻ നേരിട്ടയാളാണ് താനെന്ന് വിമർശകർ ഓർക്കണമെന്ന് സുധാകരൻ പറഞ്ഞു. സംസ്ഥാന ഭരണം കേന്ദ്രത്തിന് ഏറ്റെടുക്കാനുള്ള വകുപ്പ് ഓർമ്മിപ്പിച്ച് BJP നേതാവ് PK കൃഷ്ണദാസും രംഗത്തെത്തി. സർവകലാശാല സെനറ്റുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ ഭരണപക്ഷം തെരുവുയുദ്ധം നടത്തുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയിൽ തെറ്റില്ലെന്നാണ് KPCC അധ്യക്ഷന്റെ പക്ഷം. നിയമിക്കപ്പെട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമല്ല, മറിച്ച് യോഗ്യതയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നതെന്ന് K സുധാകരൻ. ഒരു അക്കാഡമിഷ്യന്റെ ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനു വിമർശിക്കണം? ഈ വന്നിരിക്കുന്നവർ ആ പോസ്റ്റിൽ ഇരിക്കാൻ യോഗ്യരാണോ എന്നതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. ഞങ്ങളൊരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരെ എല്ലാ പിൻകാലത്തെ കഥയും പരിശോധിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതേസമയം സർക്കാർ ഗവർണർ പോരിൽ പക്ഷം പിടിക്കാതെയാണ് K മുരളീധരനും PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചത്. സർക്കാർ എന്തിനാ ഇയാളുടെ പിന്നാലെ പോകേണ്ട ആവശ്യം എന്താ? അയാളുടെ വഴിക്ക് പോട്ടെ. ഗവർണർ ചെയ്തതിനോട് 1% പോലും ഞങ്ങൾ യോജിക്കുന്നില്ല. അത്രയല്ലേ, എവിടെയെങ്കിലും ബാനർ തൂക്കിയാൽ എന്താ കുഴപ്പമെന്താ? ഗവർണറാണ് എന്നുണ്ടെങ്കിൽ പദവിക്ക് നിൽക്കാത്ത രീതിയിൽ സീറ്റിലിറങ്ങുന്നു, ഷോ കാണിക്കുന്നു, ബഹളം വെക്കുന്നു. ഇതിനൊക്കെ ഞാനതാ പറഞ്ഞത്, അല്പം സീരിയസ് ആയിട്ട് സംവിധാനങ്ങളെ കൊണ്ടുപോകുന്ന ആരെങ്കിലും വേണം. ഇവരുടെ ഈ കളിയൊക്കെ കൂടി ശരിയല്ല. ഗവർണറെ വളഞ്ഞിട്ടാക്രമിക്കുന്ന ഭരണപക്ഷത്തിന് മുന്നറിയിപ്പ് നൽകും വിധമായിരുന്നു BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസിന്റെ പ്രതികരണം. 356 വകുപ്പ് ഭരണഘടനയിൽ ഉണ്ട് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ല, അങ്ങനെ ഉണ്ട്. ഞങ്ങൾ 356 വകുപ്പ് ഉപയോഗിച്ച് ഏതെങ്കിലും ഗവൺമെന്റിനെ പിരിച്ചുവിടണം എന്നൊന്നും ആവശ്യപ്പെടുന്നില്ല. 24 തിരുവനന്തപുരം. തിരികെ ഗൾഫ് ഫോക്കസിലേക്ക്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ ശുപാർശ. സംസ്ഥാന വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നിലവിലെ അന്വേഷണ സംഘത്തിന്റെ ശുപാർശ. അന്വേഷണം CBIക്ക് വിടണമെന്ന ഹർജി ഹൈക്കോടതിയും ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ പോലീസ് പുതിയ കേസ് എടുത്തിട്ടുമുണ്ട്. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ രേഖ വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് പുതിയ കേസെടുത്തത്. കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. വ്യാജ ID കാർഡ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വ്യാപകമായി തെരഞ്ഞെടുപ്പ് ID കാർഡ് വ്യാജമായി നിർമ്മിച്ചതായി കണ്ടെത്തി. ഇതിൽ അന്വേഷണം വേണമെന്നായിരുന്നു കമ്മീഷന്റെ പരാതി. ഈ കാർഡുകൾ പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണ് നിലവിലെ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. വ്യാജ ID കാർഡ് ഉപയോഗിച്ചത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്നും അന്വേഷണം CBIക്ക് വിടണമെന്നുമുള്ള ഹർജിയാണ് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ DGPയോട് ഹൈക്കോടതി വിശദീകരണം തേടി. അതേസമയം ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ ഹൈക്കോടതി മാറ്റി. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനമുണ്ടെങ്കിലും ആശങ്കയുടെ സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കോവിഡ് രോഗികൾക്ക് ആശുപത്രികളിൽ പ്രത്യേക സൗകര്യമൊരുക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. ആശുപത്രികളിലെത്തുന്ന രോഗികളും ജീവനക്കാരും മാസ്ക് ധരിക്കണം. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്തി. ആശങ്കയുടെ സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ. കോവിഡ് പ്രതിരോധം കാര്യക്ഷമമാക്കാൻ ആശുപത്രികൾക്ക് യോഗം പ്രത്യേക നിർദ്ദേശം നൽകി. ഗുരുതരമല്ലാത്ത കോവിഡ് രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കാതെ ജില്ലകളിൽ തന്നെ ചികിത്സിക്കണം. ജില്ലകളിൽ ഇതിനായി നിശ്ചിത കിടക്കകൾ മാറ്റിവെക്കണം. ഡയാലിസിസ് രോഗികൾക്ക് കോവിഡ് ബാധിച്ചാൽ ഡയാലിസിസ് മുടങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് രോഗലക്ഷണമുള്ളവർക്ക് മാത്രം കോവിഡ് പരിശോധന നടത്തുന്നതാണ് അഭികാമ്യം. ഗുരുതര രോഗമുള്ളവർ, പ്രായമായവർ, ഗർഭിണികൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകും. കോവിഡ് പോസിറ്റീവായാൽ അതേ ആശുപത്രിയിൽ തന്നെ ചികിത്സ ഉറപ്പാക്കണം. ആശുപത്രി ജീവനക്കാരും ആശുപത്രിയിലെത്തുന്നവരും കൃത്യമായി മാസ്ക് ധരിക്കണം. ഗുരുതര രോഗമുള്ളവരും ഗർഭിണികളും ഇക്കാര്യത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം. പരിശോധനാ ഫലം ലഭിച്ചതിൽ സംസ്ഥാനത്ത് ഒരു സാമ്പിളിൽ മാത്രമാണ് JN1 ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചതെന്നും ആ വ്യക്തിക്ക് രോഗം ഭേദമായതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. 24 തിരുവനന്തപുരം. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.
You are watching 24. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.